ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മല്ലു ടെക്കീസ്. മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് OLXനകത്ത് നമ്മൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് അക്കൗണ്ട് സസ്പെൻഡഡ് ആയിട്ട് കാണിക്കുന്നൊരു ഇഷ്യൂ എല്ലാവർക്കും ഇപ്പോൾ മിക്കുള്ളവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് ഇങ്ങനെ ഉണ്ടാവാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നിൽ നമ്മൾ പുതിയ സിം എടുക്കുന്നവരാണെങ്കിൽ പഴയ ആൾ യൂസ് ചെയ്തിരുന്ന അയാൾ കാരണം മുഖേന വരാം, ഇപ്പോൾ ആഡ് ചെയ്തിരിക്കുന്ന അങ്ങനെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ അതെല്ലാം നമ്മൾ അക്കൗണ്ടിനകത്ത് നമുക്ക് അത് എന്താണ് നമ്മൾ ആ ഒരു ഇഷ്യൂ എന്താണെന്ന് തന്നെ നമുക്ക് അറിഞ്ഞുകൂടാ. അതിനെക്കുറിച്ച് ഒരു അനുബന്ധമായിട്ടുള്ള ഒരു ഇമെയിലോ കാര്യങ്ങളോ ഒന്നും നമുക്ക് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല. എനിക്ക് OLXനെ കുറിച്ച് വലിയ അഭിപ്രായമൊന്നുമില്ല, എങ്കിലും നമുക്കതിങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നമ്പറിനകത്തുനിന്ന് ഇപ്പോൾ ഞാനൊരു മൊബൈൽ വിൽക്കാണ്ടെന്ന് വെച്ചാൽ ഒരു സാധനം ഇങ്ങനെ വിൽക്കാനായിട്ട് ഇടുകയാണ്. ഇട്ടതിന് ശേഷം അതേ സെയിം സാധനം അതേ ഫോട്ടോയിൽ ക്യാപ്ഷനും എല്ലാം കൊടുത്ത് സെയിം ഫോട്ടോ തന്നെ മതി. ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ തന്നെ വേറൊരു അക്കൗണ്ടിൽ നിന്ന്, അതായത് നമ്മളിപ്പോൾ വേറൊരു മൊബൈലിൽ നിന്ന് വേറൊരു ഇമെയിൽ ID നിന്ന് കയറിയിട്ട് ഇതുപോലെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് ആ സെയിം മെത്തേഡിൽ ഈ പരസ്യം അതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ നേരെ എന്തോന്ന് ചെയ്യുമെന്ന് അറിയാമോ? നമ്മുടെ ഈ ഇട്ടേക്കുന്ന അക്കൗണ്ട് ഓമാർ ബാൻ ചെയ്യും, സസ്പെൻഡ് ചെയ്യും. അപ്പോൾ ആ പുതിയത് തുടങ്ങിയിട്ട് ഇട്ടേക്കുന്ന ആ ആളിട്ട അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യും. പിന്നെ പറ്റുന്നതും ഈ OLXലുള്ള ഫോട്ടോകൾ തന്നെ എടുത്തിട്ട് ഒന്നുകൂടെ അപ്ലോഡ് ചെയ്യരുത്. അത് അതിനകത്ത് വാട്ടർ മാർക്കൊക്കെ ഉണ്ട്. അപ്പോൾ അത് വെച്ചിട്ടൊക്കെ ഇഷ്യൂ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇപ്പോൾ യോമാർ കൊണ്ടുവന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു OLXനകത്ത് ദിവസം ഡെയിലി 10 പേർക്ക് മാത്രമേ നമുക്ക് മെസ്സേജ് അയക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു പോരായ്മ തന്നെയാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം വിൽക്കാനിട്ടിട്ട് അതിന് എൻക്വയറിക്ക് 10 പേർക്ക് മാത്രമേ ഇങ്ങനെ അയക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുന്നത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ്. ഇപ്പോൾ ഏകദേശം OLX ഒക്കെ വിട്ടിട്ട് ഇപ്പം ഫേസ്ബുക്കിനകത്ത് മാർക്കറ്റ് പ്ലേസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു മാർക്കറ്റ് പ്ലേസ് ഓക്കെയാണ്. ഫേസ്ബുക്കിനെ സംബന്ധിച്ച് തകർന്നു പോയിരുന്ന ഫേസ്ബുക്കൊക്കെ ഇപ്പോഴും അതിലാണെന്ന് ക്ലിക്കായി നിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ Gmail, അതായത് നമ്മുടെ ഫോണിനകത്ത് Gmail ഉണ്ടല്ലോ, ക്രിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ലോഗിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഇമെയിൽ ഉണ്ടല്ലോ, Gmail എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനകത്ത് നമുക്കിവിടെ കമ്പോസ് മെയിൽ എന്നുള്ളത് നമുക്കിപ്പോൾ ഏത് അക്കൗണ്ടിൽ നിന്ന് സസ്പെൻഡ് ആ ഒരു ഇതെടുത്ത് മാറ്റാനുള്ള ആ മെയിൽ ID തന്നെ അയക്കണം. അപ്പോൾ അത് 2 എന്നുള്ളതിൽ safety@olx.in എന്നുള്ളത് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 നമ്മൾ അവർക്കൊരു ഇമെയിൽ അയക്കുകയാണ്, സന്ദേശം അയക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിന് മുമ്പ് കസ്റ്റമർ കെയറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ള രീതിയിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അതൊന്നും വളരെ ശാശ്വതമായിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല. അത് 1 മണിക്കൂറിനകത്തൊക്കെ നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മൾ ഈ മെയിൽ അയച്ച് ഒരു 48 മണിക്കൂറിനകത്ത്, 2 ദിവസമാണ് അവർ ഉദ്ദേശിക്കുന്നത്, ആ 48 മണിക്കൂറിനകത്ത് നമുക്ക് പ്രശ്നം പരിഹരിച്ചിട്ട് സാധ്യതയുണ്ട്. ഇപ്പോൾ ഞാൻ OLX ടീമിന് ഒരു മെസ്സേജ് അയക്കുകയാണ്, അതായത് മെയിൽ അയക്കുകയാണ്. ഹലോ OLX ടീം, മൈ OLX അക്കൗണ്ട് വാസ് സസ്പെൻഡഡ് 1 ഇയർ അഗോ. അതായത് എൻ്റെ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്തിട്ട് ഏകദേശം 1 വർഷമായി. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോഴത്തേക്ക് സസ്പെൻഡഡ് എന്നുള്ളത് വരെ മതി, 1 ഇയർ അഗോ എന്നുള്ളത് വേണ്ട. അവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്തിട്ട് പ്ലീസ് അൺസസ്പെൻഡഡ് മൈ അക്കൗണ്ട്, പ്ലീസ് റിക്കവർ മൈ അക്കൗണ്ട് എന്നുള്ളത് കൊടുത്തിട്ട് മെയിൽ സെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ മെയിൽ സെൻഡ് ചെയ്ത് കാണിച്ചാൽ, ഞാനിപ്പോൾ രാവിലെ ഒരു റിക്വസ്റ്റ് അവർക്ക് സെൻഡ് ചെയ്തായിരുന്നു. അപ്പോഴത്തേക്ക് എനിക്ക് തിരിച്ച് റിപ്ലൈ വന്നായിരുന്നു. ഇതിന് റിപ്ലൈ വരുമെന്ന് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ, എങ്കിൽ ഞാൻ കാണിച്ചു തരാം. അവരവിടെ അക്സെപ്റ്റ് ചെയ്ത് അവിടെ കിട്ടുമ്പോഴത്തേക്ക് ആ ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആയിട്ടുള്ള ഒരു രീതിയിൽ എനിക്കൊരു മെസ്സേജ് വന്നായിരുന്നു. അതായത് ഇതുപോലൊരു സപ്പോർട്ടിൻ്റെ ഭാഗത്ത് കോൺടാക്റ്റിംഗ് OLX ടിക്കറ്റ് ID, അതായത് അവർക്ക് പരാതി സമർപ്പിച്ചതിനുള്ള ഒരു നമ്പറാണ് ID ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് വിളിച്ചാൽ ഇപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, താങ്ക് യു ഫോർ കോൺടാക്റ്റിംഗ് OLX ടിക്കറ്റ് ID. അതായത് ഞാനിപ്പോൾ ഒന്നും കൂടെ ചെയ്തിട്ട് അതിൻ്റെയും ഒരു ഇത് വന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഓക്കെ, ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോഴത്തേക്ക് ഒരു 2 ദിവസത്തിനകത്തിന് നിങ്ങൾക്ക് അതിൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് കിട്ടും. ഒരു 2-3 ഇമെയിൽ ID ഒക്കെ ഉണ്ടെങ്കിൽ ആ ഇമെയിൽ ID തന്നെ ഫ്രമ്മിൽ വെച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 3 ഇമെയിൽ ID ആണ് എനിക്കുണ്ടായിരുന്നത്. അത് 3ലും സസ്പെൻഡഡ് ആയിരുന്നു. അതിപ്പോൾ മൊത്തം ഞാൻ 3 മെയിൽ അയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കത് കിട്ടുമെന്ന് നോക്കാം. എന്തെങ്കിലും അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.